ഞാൻ കഴിഞ്ഞ ആഴ്ച വെച്ചാണ് കായ്സ്. അവിടത്തെ അതിന് വേര് മുളച്ച് കണ്ടോ, വേര് മുളച്ച് വരുന്നുണ്ടോ? അവിടെ താഴെ എന്നിട്ട് ഞാൻ ഒടിച്ചുകൊണ്ട് വന്ന സാധനം അതേ വേര് മുളച്ച് വന്ന് വെള്ളത്തിൽ വെച്ചപ്പോഴത്തേന് ഞാൻ സ്മൈലിയൊക്കെ വരച്ചിട്ടുണ്ട് നോക്കൂ. പിന്നെ 2 കുട്ടന്മാരുണ്ട്, എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. പിന്നെ അതും നോക്കിയിരുന്ന് അതിന് വേര് മുളച്ചോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ കറക്റ്റ് പ്ലേസിൽ കൊണ്ട് വെച്ചു. അയ്യോ, എൻ്റെ ചെടി തമ്മിൽ കൂട്ടിമുട്ടിയോ മറ്റേ ലവേഴ്സാന്ന് തോന്നുന്നു. ഫുഡ് എടുത്തിട്ട് വരാം ഗൈസ്. താഴെ വരെ ഫോൺ കൊണ്ടുപോകാൻ വയ്യ. ഇന്ന് ഇഡലി സമയം 3 ഇഡലി എടുത്തു, സാമ്പാറും. എന്നാലും ഇവിടെ ആരും ഇല്ല ഗൈസ്, എല്ലാവരും ഡ്യൂട്ടിക്ക് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഓഫാണ്. എനിക്കാണ് തൊണ്ടവേദന എടുത്തിട്ട് ഉറക്കവേ ഇല്ല. ഞാൻ എത്ര മണിയാ, 7 മണിയായപ്പോൾ എണീറ്ററ. കുഴപ്പമില്ല, ഇഡലി അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ ഉള്ള പ്ലാനിലാണ്, അതിനുള്ള പെടാപ്പാടിലാണ് ഞാനിവിടെ. ഇതിന് മുടിയൊക്കെ ഒന്ന് പോതി. ഇന്നാണെങ്കിൽ റൂമിൽ ആരുമില്ല, എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്, അവർ പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഓഫായതുകൊണ്ട് ഞാൻ ഇരുന്നു. പിന്നെ മുടിയൊക്കെ പോതി, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇതോ എൻ്റെ ഡ്രീം ക്യാച്ചർ കിടന്ന് പറന്ന് കളിക്കുന്നു. അങ്ങനെ എൻ്റെ മുടിയൊക്കെ കോതി. ഇവിടെ മഴയൊക്കെ വന്ന് മഴയൊക്കെ കഴിഞ്ഞൊരു സൂര്യപ്രകാശമൊക്കെ ഉദിച്ച് വരും. അങ്ങനെ എൻ്റെ മുടി കോതലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരുങ്ങാനുള്ള പരിപാടിയിലാണ്. ഇനി നമുക്ക് ഒരുങ്ങാം, വീഡിയോ എടുക്കാനുള്ള ഒരുക്കത്തിലാണ്. മുടിയൊക്കെ കോതി കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ റൂം. ഈ കട്ടിലൊക്കെ കണ്ടോ? ഇനി ഒരുങ്ങാനുള്ള പരിപാടിയാണ്, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുങ്ങാം. ഞാൻ ഡ്രസ്സ് ഇട്ട് ഗൈസ്, ഞാൻ ഡ്രസ്സിട്ട് ഒരു പട്ടിഷോ ഇവിടുന്ന് ഞാൻ മേടിച്ചാണ് ഇഷ്ടപ്പെട്ട പാവാട. അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ വിളിച്ചേക്കുന്ന ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാം കുളമായി, വീഡിയോ എടുക്കാൻ പറ്റും. ഡ്രസ്സ് മാറി ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പം മറ്റേ നേഴ്സസ് വീക്കാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഓരോ ദിവസം പരിപാടി തുടങ്ങി. കാർഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ അതൊക്കെ എടുത്ത് ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 ചെറുക്കനും മടിയിലൊക്കെ ഇരിക്കുന്നു. അവന്മാരുടെ വീഡിയോ എടുത്ത് ഞാനവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. എല്ലാവരും കാണുന്നവരെല്ലാം വീഡിയോക്കകത്ത് കയറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പിന്നെ ഗിറ്റാർ ചേർക്കന്മാരെല്ലാം വായി നോക്കി. നല്ല പാട്ടായിരുന്നു അവന്മാരുടെ, നല്ല നൈസായിട്ട് നല്ല കപ്പിൾസായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടൊക്കെ. പിന്നെ കുറേ നേരം അതൊക്കെ കേട്ട് ആസ്വദിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ ഒരു ഡോക്ടറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പുള്ളിക്ക് എല്ലാവരും വിഷൊക്കെ ചെയ്താലും ഫുഡിൻ്റെ ടൈമാണ്. ഫുഡിൻ്റെ ടൈംസാണ്, എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയമാണ്. അവരുടെ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇൻചാർജും എല്ലാവരും അത് കണ്ടപ്പോൾ അവർക്ക് എന്തോ എവിടുന്നോ ഒരു പിരി പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ അവരുടെ എല്ലാം കുറച്ച് പരിപാടികൾ ഇതെല്ലാം എടുത്ത് അവരുടെ പാട്ടുകളൊക്കെ അല്ലാതെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടലെന്ന് പറഞ്ഞ് ഞാനെടുത്ത് വെച്ചു.
അടുത്ത സെക്ഷൻ മോർണിംഗുകാർക്കുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഓവറെടുത്തിട്ട് അവരെ വിടാൻ പറഞ്ഞിട്ട് അവർ ഇതുവരെ വന്നില്ല. അപ്പോൾ അവന്മാർ വെറുതെ ഇരുന്ന് അവന്മാരവിടെ കിടന്ന് പിന്നെ പാട്ട് പാടുന്നുണ്ട്. അടിപൊളിയായിട്ട് പാട്ട് പാടുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു മലയാളം പാട്ട് പാടാൻ പറഞ്ഞപ്പം പറഞ്ഞ് എനിക്കൊരു മലയാളം പാട്ട് അറിയാമെന്ന് പറഞ്ഞിട്ടാവും. പിന്നെ മലയാളം പാട്ടൊക്കെ പാടി അങ്ങനെ പിന്നെ അതും കേട്ടുകൊണ്ടിരുന്നു. ഇപ്പം എന്നോട് പറഞ്ഞാൽ പിന്നെ ഡ്യൂട്ടിയില്ല, തിരിച്ച് പൊക്കോളാം, എനിക്ക് ഓഫായിരുന്നു. പിന്നെ ഞാൻ മോർണിംഗുകാരെ നോക്കിയിരുന്നു. പിന്നെ അവരുടെ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ നിന്ന് ആ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. അടുത്ത ഒരു സമൂസ പൊട്ടക്ക ഫ്രൈ ഒക്കെ അതും തിന്നു. അവസാനം ഞങ്ങൾ തിരിച്ചു പോയപ്പോഴത്തേനും വീണ്ടും ഒരു ചായ കുടിച്ചേക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മീനും കൂടെ പോയി ചായ കുടിച്ച് അടുത്ത ചായ കുടിച്ചാൽ കേട്ടോ. അങ്ങനെ അവിടുത്തെ ചായയും കുടിച്ച് അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അത് കഴിയുമ്പോൾ തിരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് കുടിക്കാൻ വെള്ളമില്ലെന്ന്. പിന്നെ കുടിക്കാൻ വെള്ളം എടുക്കാനായിട്ട് പോയി. അതിപ്പോൾ രാത്രി ആയപ്പോഴത്തേനും വിശന്നപ്പോൾ ഒന്നും കഴിക്കാനില്ലായിരുന്നു, ഇവിടെ കറിയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പോയി ബിരിയാണി മേടിച്ചേക്കാന്ന് വെച്ച് ഞങ്ങളുടെ താത്തയുടെ കടയിലോട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ നടന്നു പോയി അവിടുത്തെ ബിരിയാണിയും വാങ്ങി ഒന്ന് തിരിച്ച് വന്ന് ഞങ്ങൾ വ്ളോഗൊക്കെ എടുത്ത്. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.